അത് CSFിലെ ഗ്ലൂക്കോസ്, പ്രോട്ടീൻ ആൻഡ് WBC കൗണ്ടുകളാണ്, അളവുകളാണ്. CSFിലെ ഗ്ലൂക്കോസിന്റെ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 45 to 75 mg/dL ആണ്. അതേസമയം പ്രോട്ടീന്റെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ 45നെ ഒന്നുകൂടെ പിടിച്ചേക്കണം. ആ 45 വരെ എത്താൻ വേണ്ടി 15 to 45 mg/dL ആണെന്ന് ആലോചിക്കുക. അപ്പോൾ അവിടെ 45 ഇൻ കോമൺ ആണ്. ദെൻ പ്രോട്ടീന്റെ അളവ് ഗ്ലൂക്കോസിനേക്കാൾ കുറവാണ് എന്നുകൂടി മനസ്സിൽ വെച്ചേക്കുക. അപ്പൊ അത് രണ്ടുകൂടെ കണക്ട് ചെയ്ത് നമുക്ക് ഓർമ്മ വെക്കാൻ കഴിയണം. കാരണം ഈ പരീക്ഷ ഹോളിൽ വെച്ച് ഈ ഒരു ചെറിയ കണക്ഷൻസ് ഒക്കെ വെച്ച് നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റും. അല്ലാതെ തലേ ദിവസം രാവിലെ അല്ലെ തലേ ദിവസം നോർമൽ വാല്യൂ നോക്കി പോയിട്ട് മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ തലേ ദിവസം നോക്കാൻ പറ്റും? എല്ലാ കാര്യങ്ങളും തലേ ദിവസം വായിച്ച് മനസ്സിലാക്കിക്കൊണ്ട് പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് അറ്റ് ആൾ പോസിബിൾ ഫോർ എനിബഡി, അല്ലെ? ആർക്കും പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ചെറിയ ചെറിയ കണക്ഷൻസ് പറയുന്നത്. ആ കണക്ഷൻസ് കിട്ടുന്നവര് ആ കണക്ഷൻസ് കൈകാര്യം ചെയ്ത് വെച്ചേക്കണം. ഈ കണക്ഷൻസിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് പിന്നീട് മനസ്സിലാക്കി. ഈ കണക്ഷൻസ് അല്ലെ അസോസിയേഷൻ ആണ് ലേണിംഗിന്റെ അടിസ്ഥാനം. അതെങ്ങനെ സംഭവിക്കുന്നത് ഞാനിപ്പോൾ ഇതിനകത്ത് തന്നെ ജസ്റ്റ് നിങ്ങളെ കൊണ്ട് മനസ്സിലാക്കി തരാം. പല കുട്ടികളും പറയും എനിക്ക് കഴിവ് കുറവാണ്. കഴിവ് കുറവാണെങ്കിൽ നിങ്ങളുടെ ഈ പഠിക്കാനുള്ള കഴിവ് മാത്രമേ കുറവ് കാണത്തുള്ളൂ. അവിടെ നിങ്ങളെ ബാധിക്കുന്ന കോൺഫിഡൻസ് ആണ്. എനിക്ക് കഴിവ് കുറവാണെന്ന് നിങ്ങൾ മനസ്സിനെ പരിശീലിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. കഴിവ് കുറവാണെങ്കിൽ നോർമലായിട്ട് ഒരാൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് നമുക്ക് അതിലേക്ക് വരാം. വീണ്ടും ഡൈവേർഷൻ വരുന്നത് കൊണ്ടാണ്. WBC എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലായിട്ട് 0 to 8 per mm³ വരാവൂ. സാധാരണ കാണരുത്. മാക്സിമം ഉണ്ടെങ്കിൽ തന്നെ ഒരു 8 എണ്ണം അത്രേ വരാവൂ. അപ്പൊ എന്തിനാണ് ഇത് നോർമലായിട്ട് പഠിക്കുന്നത്? നോർമലായിട്ട് പഠിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LP പോലുള്ള പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് CSF കളക്ട് ചെയ്യുകയും എന്തിനു വേണ്ടിയാണ്? മെനിഞ്ചൈറ്റിസ് ആണോ, എൻസെഫലൈറ്റിസ് ആണോ, അതോ ബ്രെയിൻ ആപ്സിസ് ആണോ എന്നൊക്കെ കണ്ടെത്താൻ വേണ്ടി. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കിയെടുക്കാം. വൈറൽ കണ്ടീഷൻ ആണോ, ബാക്ടീരിയൽ കണ്ടീഷൻ ആണോ, അതോ TB മെനിഞ്ചൈറ്റിസ് ആണോ എന്നെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. ഇത്തരത്തിൽ മൾട്ടിപ്പിൾ ഡയഗ്നോസിസ് LP എന്ന് പറയുന്ന പ്രൊസീജിയറിലൂടെ പോസിബിൾ ആയതുകൊണ്ടാണ് LP ഇത്തരത്തിലുള്ള ഒരു CNS ഇൻഫെക്ഷൻ സസ്പെക്ട് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ചെയ്യാൻ വേണ്ടി ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുന്നത്. നോക്കാം, നമുക്ക് അതിലേക്ക് കിടക്കാം. ഒരു സെക്കൻഡ്, അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഓക്കെ, അതുകൂടെ പറഞ്ഞേച്ച് നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാവേ. അപ്പോ ഇനി പറയുന്ന കേസ് എന്ന് വെച്ച് കഴിഞ്ഞാല് മെനിഞ്ചൈറ്റിസ്, അതേപോലെ തന്നെ എൻസെഫലൈറ്റിസ്, അതേപോലെ തന്നെ ബ്രെയിൻ ആപ്സിസ്, ഈ 3 സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിരിക്കുന്ന വാല്യൂസ് വേരി ചെയ്യുന്നത്? അതിന്റെ കാരണം ഉൾപ്പെടെ ഞാൻ പറഞ്ഞുതരും. അത് മനസ്സിൽ നോട്ട് ചെയ്ത് വെച്ചേക്കും. നിങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കണം, 3 കണ്ടീഷനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് മെനിഞ്ചൈറ്റിസ്, രണ്ടാമത്തത് മെനിഞ്ചൈറ്റിസ്, എൻസെഫലൈറ്റിസ്, മൂന്നാമത്തെ ബ്രെയിൻ ആപ്സിസ്. നിങ്ങൾ തിരിച്ചറിയേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് മെനിഞ്ചൈറ്റിസ് അതേപോലെ തന്നെ ബ്രെയിൻ ആപ്സിസ് ഇത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. മെജോറിറ്റി 99% ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയ CNSൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിനൊരു ടെൻഡൻസി ഉണ്ട്, CSFിലെ ഗ്ലൂക്കോസിനെ യൂട്ടിലൈസ് ചെയ്യുക. CSFിലെ ഗ്ലൂക്കോസിനെ യൂട്ടിലൈസ് ചെയ്യുക. സ്വാഭാവികമായിട്ടും ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് ആണെങ്കിൽ CSFിലെ ഗ്ലൂക്കോസിന്റെ അളവിനകത്ത് എന്ത് സംഭവിക്കും? കുറയുകയോ കൂടുകയോ? അപ്പൊ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് 2 കണ്ടീഷനാണ്, മെനിഞ്ചൈറ്റിസും ബ്രെയിൻ ആപ്സിസും. അത് കഴിഞ്ഞ് എൻസെഫലൈറ്റിസ് പറയാം. കുറയും. ഓക്കെ ആണല്ലോ. അപ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അതിനകത്ത് ഒരു കുറവ് സംഭവിക്കും. കാരണം ബാക്ടീരിയ CSFിലെ ഗ്ലൂക്കോസ് യൂട്ടിലൈസ് ചെയ്ത് തുടങ്ങും. ഗ്ലൂക്കോസിന്റെ അളവ് താഴോട്ട് വരും. മനസ്സിലായല്ലേ? ക്ലിയർ ആയല്ലേ? അപ്പോ CSFിന്റെ ഗ്ലൂക്കോസിന്റെ അളവ് കുറഞ്ഞു വരുന്നു. അതൊരു ടെൻഡൻസിയാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CSFിലെ പ്രോട്ടീന്റെ അളവ് കൂടി വരും. നമ്മൾ പഠിച്ചു വെച്ചേക്കുന്ന 15 തൊട്ട് 45 എന്ന് പറയുന്ന വാല്യൂ കൂടി മുകളിലോട്ട് പോകുന്നു. ഏകദേശം ഡബിൾ ആകുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നാണ് അർത്ഥം. എന്തിനു വേണ്ടിയാണെന്നറിയാവോ?
എന്തിനു വേണ്ടിയാണ് അങ്ങനെ കൂടുന്നതെന്നറിയാമോ? പ്രോട്ടീൻ്റെ പ്രത്യേകത എന്താണ്? പ്രോട്ടീൻ്റെ ഫങ്ഷൻ പണ്ട് ഫസ്റ്റ് ഇയറിലെ ന്യൂട്രീഷൻ പഠിച്ച സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഡിഫെൻസീവ് റോൾ, WBCയുടെ പ്രൊഡക്ഷന് വേണ്ടി സഹായിക്കുന്നു. ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്ന സെല്ലുകളുടെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ന്യൂട്രിയൻ്റ് ആണ് പ്രോട്ടീൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഡിഫൻസിന് വേണ്ടിയുള്ള WBC എന്ന് പറയുന്ന സെല്ലുകളുടെ നിർമ്മാണം കൂടുതലായിട്ട് നടക്കുന്നതിന് വേണ്ടിയാണ് ബോഡി ഒരു അഡാപ്റ്റേഷനായിട്ട് പ്രോട്ടീൻ്റെ അളവ് ഉയർത്തി കൊണ്ടുവരുന്നത്. അത് മിക്കവാറും അക്യൂട്ട് കണ്ടീഷനിൽ നമുക്കൊരു ഇൻഫെക്ഷൻ പെട്ടെന്ന് വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പ്രോട്ടീൻ്റെ അളവ് ഉയർത്തും. പക്ഷേ ഇൻഫെക്ഷൻ കുറേ കാലം നിലനിന്ന് കഴിഞ്ഞാൽ പ്രോട്ടീൻ നോർമലിലേക്ക് തന്നെ അങ്ങ് തിരിച്ചു വരും. ഇനി എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയും, പ്രോട്ടീന്റെ അളവ് കൂടും. പ്രോട്ടീന്റെ അളവ് കൂടുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് WBCയുടെ കൗണ്ട് കൂട്ടാൻ വേണ്ടിയാണ്. അതുകൊണ്ട് WBC കൗണ്ട് 0 to 8 എന്ന് പറഞ്ഞതും ഉയർന്നു നിൽക്കും. ചിലപ്പോൾ ഒരു 500 അല്ലെങ്കിൽ 1000 ലെവലിലേക്ക് ഉയർന്നു നിൽക്കും. അപ്പൊ അത്രയും കാര്യം ഒന്ന് ഓർത്തല്ലോ, ക്ലിയർ ആണല്ലോ. ഇനി ഞാൻ അതിന്റെ അടുത്ത വശത്തിലേക്ക് പോവാണ്, ബ്രെയിൻ ആബ്സിസ്. ആബ്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം എന്താണ്? ബാക്ടീരിയ ഇടിച്ചു കയറി ഒരു ലോക്കസ് അല്ലെങ്കിൽ ഒരു ഫോക്കെ കണ്ടുപിടിക്കുകയും ഒരു സ്ഥലം കണ്ടുപിടിക്കുകയും അവിടെ നിന്ന് ഗ്രാജുവലി മൾട്ടിപ്ലൈ ചെയ്യുകയും ഒരു ഇൻഫെക്ഷൻ ക്യാവിറ്റി ആയിട്ട് മാറുകയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ ബ്രെയിൻ ആബ്സിസ് എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, അത് ഇന്നോ ഇന്നലെയോ നാളെയോ കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. മെനിഞ്ചൈറ്റിസ് പോലുള്ള ഒരു ഇൻഫെക്ഷൻ നമ്മൾ പൂർണ്ണമായിട്ടും ട്രീറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ 5 മാസം കൊണ്ടോ 6 മാസം കൊണ്ടോ സംഭവിക്കുന്ന ഒരു ക്രോണിക് കണ്ടീഷനാണ് ബ്രെയിൻ ആബ്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതും ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്. അവരുടെ CSFന്റെ പിക്ചർ എടുക്കുമ്പോഴത്തേക്ക് അവരുടെ CSFിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ഗ്ലൂക്കോസും ഈ ബാക്ടീരിയ യൂട്ടിലൈസ് ചെയ്ത് തീർന്നിട്ടുണ്ടാവും. അവിടെ ഗ്ലൂക്കോസിന്റെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആബ്സെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ വെരി ലോ ലെവൽ. പക്ഷെ പ്രോട്ടീന്റെ അളവ് നമ്മൾ പറഞ്ഞുകൂട്ട് ഉയർന്നു നിൽക്കത്തില്ല. ഞാൻ അന്നേരേ പറഞ്ഞു, പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അക്യൂട്ട് കണ്ടീഷനിൽ പെട്ടെന്ന് തന്നെ WBCയുടെ നമ്പർ കൂട്ടാൻ വേണ്ടി ഉയർന്നു വരുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഒരു ക്രോണിക് കണ്ടീഷൻ ആകുമ്പോഴത്തേക്ക് പ്രോട്ടീന് മനസ്സിലാവും ഇനി കൂട്ടി നിന്നിട്ട് കാര്യമൊന്നുമില്ല, ഇനി എനിക്ക് ചെയ്യാനുള്ളതെല്ലാം ഞാൻ ചെയ്തു എന്നുള്ള രീതിയിൽ പ്രോട്ടീൻ നോർമലിലേക്ക് തന്നെ തിരിച്ചു വരും. അപ്പൊ ബ്രെയിൻ ആബ്സിസ് എന്ന് പറയുന്ന സാഹചര്യത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന പിക്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോട്ടീൻ ഓൾമോസ്റ്റ് നോർമലായിട്ട് തന്നെ നിൽക്കും. പക്ഷെ ഗ്ലൂക്കോസ് നിൽ 0യിലേക്ക് എത്തും, ഓൾമോസ്റ്റ് 0. WBC ഉയർന്നു നിൽക്കും, കാരണം ഇൻഫെക്ഷനെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ. ഇതാണ് നമുക്ക് ബ്രെയിൻ ആബ്സിസ് സാഹചര്യത്തിൽ കിട്ടുന്ന പിക്ചർ എന്ന് പറഞ്ഞത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ഇനി അടുത്തത് എൻസെഫലൈറ്റിസ് ആണ്. എൻസെഫലൈറ്റിസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആവില്ല. 99% അതൊരു വൈറൽ ഇൻഫെക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ പതോളജി ആയിരിക്കും. അങ്ങനെ ഓട്ടോ ഇമ്മ്യൂൺ പതോളജി കൊണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വൈറൽ ഇൻഫെക്ഷൻ മുഖേനയോ ആണ് എൻസെഫലൈറ്റിസ് വരുന്നതെങ്കിൽ വൈറസിനെ നിങ്ങൾക്ക് അറിയാമല്ലോ. വൈറസ് ഇനർട്ടാണ്. ഒരു സെല്ലിനകത്ത് പ്രവേശിച്ചാൽ അതിന്റെ DNA ആക്ടിവിറ്റി കൂടുമെന്നുള്ളതല്ലാതെ അതിന് വളരണം എന്നുള്ള താല്പര്യവും മറ്റു കാര്യങ്ങളും ഇല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഗ്ലൂക്കോസ് ആവശ്യമില്ല എന്നർത്ഥം. വൈറസിന് ഒരു തരത്തിലും മറ്റാൾക്കാരുടെ ന്യൂട്രിയൻസ് ഒന്നും എടുത്തൊന്നുമല്ല വളരുന്നത്. അതിന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി അത് പ്രവേശിക്കുന്ന സെല്ലിന്റെ DNA കയറി കൺട്രോൾ ചെയ്യും. അതൊന്ന് ട്യൂൺ ചെയ്ത് വിടും, അല്ലെങ്കിൽ ഒന്ന് സ്വിച്ച് ഓൺ ചെയ്ത് വിടും, പിന്നെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് പോയിക്കോളും. അല്ലാതെ ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു ഫാക്ടർ അതിനാവശ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗ്ലൂക്കോസ് വൈറസ് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. എൻസെഫലൈറ്റിസ് വരുന്ന സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെ ഗ്ലൂക്കോസ് നോർമൽ ആയിരിക്കും. പക്ഷെ അക്യൂട്ട് കേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് പറഞ്ഞ പിക്ചർ എന്ന് പറഞ്ഞാൽ പ്രോട്ടീന്റെ അളവ് കുറച്ച് കൂടി നിൽക്കും, WBCയുടെ അളവും കൂടി നിൽക്കും. കാര്യം പിടികിട്ടിയോ? കാര്യം മനസ്സിലായോ? എൻസെഫലൈറ്റിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈറൽ കണ്ടീഷനാണ്. വൈറസിന് ഗ്ലൂക്കോസ് വേണ്ട. സ്വാഭാവികമായിട്ടും അവിടെ CSFന്റെ ഗ്ലൂക്കോസ് നോർമൽ ലെവലിൽ നിൽക്കും.
അതോടൊപ്പം തന്നെ പ്രോട്ടീൻ്റെ അളവ് ഇത്തിരി കൂടി നിൽക്കും, കാരണം WBCയുടെ പ്രൊഡക്ഷന് വേണ്ടിയാണ്. ആ WBC വെച്ച് വൈറസിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ 3 കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും അങ്ങ് മുകളിൽ എയിംസ് തൊട്ട് നമ്മുടെ JPHന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ANMന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരെ ഈ 3 കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ട് CSF വാല്യൂസ് എങ്ങനെ വേരി ചെയ്തിരിക്കുന്നു എന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പലപ്പോഴും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തിരിഞ്ഞു പോകും. ബൈ ഹാർട്ട്